കാൻവ ഗ്രാഫിക് ഡിസൈൻ കോഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള വർക്ക് 1ൻ്റെ ബാക്കി വർക്കുകളാണ്. അതിനായിട്ട് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ അയച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എലമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യുക. എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത സൈഡിലുള്ള ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്താണ്ട് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റ് നിങ്ങളെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ലോഗോയും ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇമേജും ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ശേഷം ക്യാൻവ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് 1ൻ്റെ ഫയൽ അവിടെ കാണാൻ പറ്റും. ആ ഒരു വർക്ക് 1 എന്നുള്ള ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇന്നലെ ചെയ്ത ഈ ഒരു വർക്ക് ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് താഴെ കാണുന്ന ടൂൾ ബാറിൽ അപ്ലോഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനാകും. അപ്ലോഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇമേജ്, വീഡിയോസ്, ഓഡിയോ എന്ന് കാണാൻ പറ്റും. അതിൽ ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഇമേജ് ആണോ, വീഡിയോസ് ആണോ, ഓഡിയോസ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന അപ്ലോഡ് ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫയൽ മാനേജർ ഓപ്പൺ ആയി. ഇവിടെ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള 3 ഫോട്ടോയും സെലക്ട് ചെയ്യുക. മുകളിൽ കാണുന്ന സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 3 ഫോട്ടോയും ക്യാൻവയിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ശേഷം ഇനി നമുക്ക് ബാക്ക് വരാവുന്നതാണ്. താഴെ കാണുന്ന ടൂൾ ബാറിൽ എലമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സെർച്ച് എലമെൻറ്റ്സ് എന്ന് കാണാം. അവിടെ ഓവൽ എന്ന് സെർച്ച് ചെയ്യാം. ഓവൽ എന്നുള്ളത് ഒരു ഷേപ്പാണ്. അതായത് ഒരു എഗ്ഗിൻ്റെ ഒക്കെ മോഡൽ ഷേപ്പാട്ടോ. ആ ഒരു ഷേപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് നമ്മുടെ ക്യാൻവാസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഓവൽ ഷേപ്പിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ആക്കണം. അതിനായിട്ട് ആ ഒരു ഓവൽ ഷേപ്പിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ താഴെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ കളർ സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ കാണുന്ന കോഡ് ക്ലിക്ക് ചെയ്യുക. കോഡിൽ FFD400 എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെയിം കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ശേഷം ഈ ഒരു ഓവൽ ഷേപ്പ് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഈ ഒരു ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ താഴത്തുള്ള ആ ഒരു റൗണ്ട് മോഡലിൽ നിൽക്കുന്ന ആ ഒരു സംഭവത്തിൽ പിടിച്ച് തിരിച്ചാൽ ഈ ഒരു ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഓവൽ ഷേപ്പ് സെറ്റ് ചെയ്യുക. ശേഷം അടുത്ത എലമെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ടൂൾ ബാറിൽ അപ്ലോഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. ശേഷം ഇതിലേക്ക് കൂടുതൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന T ടൂള് സെലക്ട് ചെയ്യുക. ഇവിടെ 3 ടൈപ്പ് ടെക്സ്റ്റ് കാണാം. ഫസ്റ്റത്തെ ഹെഡിങ്, രണ്ടാമത്തെ സബ് ഹെഡിങ്, മൂന്നാമത്തെ ബോഡി ടെക്സ്റ്റ്. ഇതിൽ ബോഡി ടെക്സ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ആക്കേണ്ടത്. സെലക്ട് ആക്കിയാൽ ഇതേപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ കോണ്ടാക്റ്റ് എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തു. ശേഷം ആ ഒരു ടെക്സ്റ്റിനെ ഞാൻ താഴേക്ക് കൊണ്ടുവരുന്നു. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ഗ്രാഫിക്സ് കൂടെ കൊണ്ടുവരണം. അതിനായിട്ട് താഴെ കാണുന്ന ടൂൾ ബാറിൽ അപ്ലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച ആ ഒരു കോൾ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻവാസിലേക്ക് വരും. ശേഷം അത് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഡിസൈനിൽ വെക്കുക. ശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് ഞാൻ ടൂൾ ബാറിൽ വന്നിട്ട് T ടൂള് സെലക്ട് ചെയ്യുന്നു. T ടൂള് സെലക്ട് ചെയ്തതിനു ശേഷം സബ് ഹെഡിങ് സെലക്ട് ചെയ്തു. ഇവിടെ
കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാനുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. ശേഷം ആ ഒരു ടെക്സ്റ്റിൻ്റെ താഴെയുള്ള ആ ഒരു 4 ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വലിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഫോണ്ട് സൈസ് ഓപ്പൺ ചെയ്തിട്ട് ഫോണ്ട് സൈസ് ഒന്ന് ചെറുതാക്കുന്നു കേട്ടോ. ശേഷം ആ ഒരു ടെക്സ്റ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറണം. അതിനായിട്ട് ആ ഒരു ടെക്സ്റ്റിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ ഫോണ്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ചിൽ വന്നിട്ട് ഓപ്പൺ സാൻസ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ സാൻസ് എന്നുള്ള ഒരു ഫോണ്ട് ഇവിടെ വരുന്നതാണ്. ആ ഒരു ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫോണ്ട് ഇപ്പോൾ ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറിയിട്ടുണ്ട്. ശേഷം ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ നെഡ്ജ് എന്നൊരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാവുന്നതാണ്. ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ലോഗോ സെറ്റ് ചെയ്യാനുണ്ട്. ലോഗോ സെറ്റ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന അപ്ലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗോ ഉണ്ടാവും. നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ലോഗോ, ആ ലോഗോ ഡിസൈനിൽ കാണുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ലോഗോക്ക് താഴെ ടെക്സ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് രജിസ്റ്റർ നൗ എന്നുള്ള ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് ആ ഒരു ഡിലീറ്റിന് തൊട്ടപ്പുറത്തുള്ള ആ ഒരു പ്ലസ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു ഡിസൈനിങ്ങിലേക്ക് നമുക്കൊരു മൗസ് പോയിൻ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് എലമെൻസിൽ വന്നിട്ട് മൗസ് പോയിൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോൻ്റെ ചിഹ്നം ഇല്ലാത്ത ഒരു മൗസ് പോയിൻ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഒരു മൗസ് പോയിൻ്റ് നമുക്ക് വെക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു പോസ്റ്റർ ഡിസൈനിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫയൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടത് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ PNG എന്ന് കാണാം. അവിടെ PDF എന്ന് മാറ്റിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇന്നത്തെ ഈ വർക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ച് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.